നിതീഷ് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുണ്ടായെന്ന് കേട്ടു, ശരിയാണോ? ഞെട്ടിക്കുന്നല്ല, കരയിക്കുന്നതാണ്. ആരെയെന്നറിയോ? രാഹുൽ ഗാന്ധി കരയിക്കുന്നതാണ്. ഞാനത് വായിക്കാം, പുള്ളിയുടെ 1 ലൈൻ വായിക്കാം. അവർക്കൊപ്പം പോയി 2 തവണ തെറ്റ് ചെയ്തു. ഇനി എന്നും BJP ഒപ്പം അക്കാര്യത്തിൽ മാറ്റമില്ല. അതായത് ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന, ഏറ്റവും പ്രായം ചെന്ന മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് അല്ലേ നിതീഷ് കുമാർ. അദ്ദേഹം പറയാണ്ട് 2 തവണ അവരുടെ കൂടെ പോയി. ആരുടെ കൂടെ? കോൺഗ്രസിലൂടെ പോയി. അതൊരു തെറ്റായിരുന്നു. ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല ഇനി ഉള്ള കാലം. കാരണം നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയമായി പടവുകൾ ഇറങ്ങുന്ന പ്രായമാണ്. ഭൂരിപക്ഷം അദ്ദേഹത്തിന് തനിച്ചില്ല ബീഹാറിൽ. BJPക്കാണ് ഭൂരിപക്ഷം MLA-മാരും. എന്നിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ്. അങ്ങനെ BJPയുടെ സ്നേഹാദരങ്ങൾ എക്കാലത്തും കിട്ടിയിട്ടും അദ്ദേഹം BJP ചതിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം റിഗ്രറ്റ് ചെയ്യുന്നു, ഖേദിക്കുന്നു. കാരണം ഇനിയുള്ള ശിഷ്ടകാലം മുഖ്യമന്ത്രിയായി തുടരുക, കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയായി തുടരുക, അതാണ് തൻ്റെ നയമെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എനിക്കിതിനകത്ത് വലിയ സന്തോഷമുള്ളത്, അദ്ദേഹം എന്തു വന്നാലും ഞാനിനി കോൺഗ്രസ് പാളയത്തിലേക്കില്ല എന്നതിനേക്കാൾ ഉപരി BJPയെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞു എന്നതാണ് ഇതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഞാൻ കരുതുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം, അഖണ്ഡത, രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവണം. അതിന് ഏറ്റവും പ്രലോഭകരമായി വിനാശകരമായി നിൽക്കുന്ന വഖഫ് നിയമമാണ്. വഖഫ് നിയമ ഭേദഗതി പാസ്സാക്കിയെടുക്കേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിമുകളല്ലാത്ത മുഴുവൻ ഇന്ത്യക്കാരുടെയും ആവശ്യമാണ്. മുസ്ലിങ്ങൾക്ക് ഏകപക്ഷീയമായി നീതി നടപ്പാക്കുന്ന, വേണമെങ്കിൽ ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ കഴിയുന്ന നിയമമാണ് വഖഫ് ബോർഡ് നിയമം. അതിപ്പം അത്യാവശ്യം ആളുകൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞു. അതിനെ മാറ്റാൻ, അതിലെ മുസ്ലിം പക്ഷപാതിത്വമുള്ള ഭാഗങ്ങൾ മാറ്റി മറ്റ് മതങ്ങളിൽപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാക്കി കൊടുക്കാനുള്ള പോരാട്ടത്തിലാണ് BJP. അതിനുവേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു. പാർലമെൻറ്റിൽ ഈ മതേതരത്വം, ജനാധിപത്യമൊക്കെ പറയും, അവസാനം വരുമ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്ന രാഹുൽ ടീം അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. JPCക്ക് വിട്ടിരിക്കുകയാണ്. അത് പാസ്സാക്കിയെടുക്കേണ്ടത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിൻ്റെയും മറ്റു ന്യൂനപക്ഷങ്ങളുടെയും, മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റു ന്യൂനപക്ഷങ്ങളുടെയും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അത് പാസ്സാക്കിയെടുക്കാൻ ഉറപ്പായും നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ പിന്തുണ വേണം. അത് ഏതാണ്ട് ഉറപ്പായി. കാരണം ഇനി ഞാൻ BJP വിട്ടു പോകത്തില്ല എന്ന് അസന്നിഗ്ധമായി നിതീഷ് കുമാർ പറഞ്ഞതോടെ എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഞാനിപ്പോൾ പ്രതീക്ഷിക്കുന്നു വഖഫ് നിയമ ഭേദഗതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കും എന്ന് എനിക്ക് ഉറപ്പായി. നിതീഷ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഉറപ്പായി. നമ്മുടെ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നിതീഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു ടൈം കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ള സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമൊക്കെ പ്രശ്നമാണ്. അദ്ദേഹത്തിന് മാന്യമായ ഒരു റിട്ടയർമെൻറ്റ് വേണ്ടി വന്നാൽ ഭാവിയിൽ ഒരു വൈസ് പ്രസിഡൻറ്റോ ഉപരാഷ്ട്രപതിയോ ഒക്കെ ആകാൻ അതിനുള്ള പ്രായവും ആരോഗ്യവും അനുവദിക്കുമെങ്കിൽ അതിന് വേണമെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചാൽ സാധിക്കും. ദേശീയ തലത്തിൽ ഒരു പദവി, മാന്യമായി ഒരു ഭാരതരത്ന ഒക്കെ കിട്ടി വലിയ തോതിൽ ആദരവോടെ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പോകേണ്ട ആളാണ് നിതീഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ കാലം തിരികെയാണെന്ന് അദ്ദേഹത്തിനും അറിയാം. കാരണം എല്ലാ കാലത്തും എല്ലാവർക്കും ചെറുപ്പമായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ. അത് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ സംബന്ധിച്ച് ആ പാർട്ടിക്ക് ഇനിയൊരു ഭാവിയില്ല, അടുത്തൊരു നേതാവില്ല നിതീഷ് കുമാറിനെ പോലെ. കാരണം ബീഹാറിലെ ജനസംഖ്യയിൽ 2% മാത്രമേ ഉള്ളൂ നിതീഷിൻ്റെ ജാതി. എന്നിട്ടും അദ്ദേഹം 98% വരുന്ന ഇതര ജാതിക്കാരുടെ കൂടി മുഖ്യമന്ത്രിയായിട്ട് മാറി. സ്വന്തം പാർട്ടിക്ക് ഭൂരിപക്ഷം ഇല്ലാഞ്ഞിട്ടും BJPക്കാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ സൗഭാഗ്യങ്ങളും ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രിയാവണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയുടെ കൺവീനറാകാൻ ആഗ്രഹിച്ചു. അതും പറഞ്ഞാണ് അദ്ദേഹത്തെ പെട്ടവർ വലിച്ചുകൊണ്ട് പോയത്. രാഹുൽ ഗാന്ധിയും ടീമും നന്നായിട്ട് അദ്ദേഹത്തെ പറ്റിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാം എന്നൊക്കെ ഒരു മോഹം അദ്ദേഹത്തിൽ ജനിപ്പിച്ചാണ് അദ്ദേഹത്തെ BJP മുന്നണിയിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുപോയത്. പക്ഷേ അദ്ദേഹത്തെ കറിവേപ്പില പോലും ഉപയോഗിക്കുകയായിരുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്നിട്ട് ചാൻസ് ഇല്ല എന്നറിഞ്ഞ് തൻ്റെ അവസാന കാലം, തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം ഭദ്രമായി സൽപ്പേരോടുകൂടി ഭരിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായാലും BJPയോട് ഒപ്പം തന്നെ നിൽക്കണം. പക്ഷേ RJDയും BJPയും തമ്മിലാണ് അവിടെ മത്സരം നടക്കാൻ പോകുന്നത്. BJPക്കാണ് സ്വാഭാവികമായും സാധ്യതയും BJPക്കാണ്. അതുകൊണ്ട് വലിയൊരു കലാപം ഉണ്ടാക്കിയൊന്നും പോയിട്ട് കാര്യമില്ല. ഇതോടൊപ്പം മറ്റൊന്നുകൂടി ഉണ്ട്.
കാരണം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് ജനതാദൾ, നിതീഷിൻ്റെ ജനതാദൾ ഉറച്ച് BJPക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രബാബു നായിഡുവിനും അതൊരു കെണിയാണ്. അദ്ദേഹത്തിന് പോകാൻ പറ്റില്ല. അദ്ദേഹം പോയാലും അറ്റപ്പറ്റെ BJPക്ക് അധികാരത്തിൽ തുടരാൻ പറ്റും. NDA മുന്നണിക്ക് തുടരാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ചന്ദ്രബാബു നായിഡു പോകാൻ സാധ്യതയില്ല. കാരണം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തം സംസ്ഥാനത്ത് തലസ്ഥാനം ഉൾപ്പെടെ ഉണ്ടാക്കിയെടുത്ത് ഒരു ഭരണം കൊണ്ടുപോകണം. അതിന് സ്റ്റേബിളായിട്ടുള്ളൊരു സർക്കാർ കേന്ദ്രത്തിലുണ്ടായാലേ ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. മികച്ചൊരു തലസ്ഥാനം ഇന്ത്യ മുന്നണിയുടെ ഒരു സർക്കാർ വന്നാൽ ഓരോ 6 മാസം ഓരോ പ്രധാനമന്ത്രി ആയിരിക്കുമെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇന്ത്യക്ക് സമസ്ത മേഖലകളിലും നമ്മൾ പുറത്തോട്ടിറങ്ങിയാൽ കാണാം നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പുരോഗതി. ഹൈവേകളും റോഡുകളും 41 വർഷം എടുത്തു നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ ആലപ്പുഴയിൽ ഒരു ബൈപ്പാസ് ഉണ്ടാക്കി വരാൻ. അതെ, ഇപ്പോൾ ദാ കണ്ണടച്ച് തുറക്കും മുമ്പ് പുതിയൊരു ബൈപ്പാസ് ആലപ്പുഴ ഉണ്ടാവുന്നുണ്ട് നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട്. അതായത് 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം കൊണ്ടൊരു ബൈപ്പാസ് ഇപ്പോൾ ആലപ്പുഴയിൽ ഒരുങ്ങുകയാണ്. അപ്പോൾ ആർജവമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ അതൊക്കെ നടക്കും. അതെ, അതാ പറഞ്ഞത് 41 വർഷം എടുത്തു പഴയ ബൈപ്പാസ് പൂർത്തിയാക്കി തുറന്നു കിട്ടാൻ. ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി കഷ്ടിച്ച് 2 വർഷമോ 1 വർഷത്തിനുള്ളിൽ പുതിയ ബൈപ്പാസ് ആലപ്പുഴയിൽ പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ നോക്കൂ എത്ര പെട്ടെന്നാണ്. കാരണം ഒരു സ്റ്റേബിൾ ഗവൺമെൻറ് കേന്ദ്രത്തിലുണ്ടായാൽ കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് നടക്കും. അതെല്ലാവർക്കും അറിയാം. BJPയോട് എതിർപ്പുള്ളവരും പറയും സ്ഥിരമായ ഒരു സർക്കാർ ഉണ്ടാവുന്നതാണ് സംസ്ഥാനത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ഗുണം. അതേപോലെ തന്നെ ഒരു കൂട്ടുകക്ഷി ഇതുപോലെ ഒരുപാട് മുന്നണികളുള്ള ഒരുപാട് താല്പര്യങ്ങളുള്ളൊരു ഘടകകക്ഷി മന്ത്രിസഭ ഇന്ത്യ മുന്നണിയുടെ അധികാരത്തിൽ വന്നാൽ അവിടെ മന്ത്രിസഭയെ മറിച്ചിടാനും വിലപേശാനും ഒക്കെയുള്ള ഒരുപാട് തന്ത്രങ്ങളുണ്ടാവും. ഇപ്പം ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പ്രാദേശികമായ താല്പര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രാദേശികമായ താല്പര്യം അവിടെ തൻ്റെ സംസ്ഥാനത്തിന് പുതുതായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനത്തിന് തലസ്ഥാനം ഉൾപ്പെടെ ഉണ്ടാവണം. അതിനുവേണ്ടി ബാർഗെയിൻ ചെയ്യുക, ബാക്കിയൊക്കെ നിങ്ങളുടെ പോളിസി എന്തു ആയിക്കോട്ടെ എന്ന ലൈനിലാണ് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി പോകുന്നത്, തെലുങ്ക് ദേശം പാർട്ടി പോകുന്നത്. പക്ഷേ നിതീഷിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ യശസ്സിന് കോട്ടം തട്ടാതെ സമാധാനമായി ഒരു രാഷ്ട്രീയ വനവാസത്തിലേക്ക് അല്ലെങ്കിൽ വിശ്രമ ജീവിതത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പം നിതീഷ് കുമാറിൻ്റെ ഈ തീരുമാനം ഇനി ഒരിക്കലും ഞാൻ BJPയെ വിട്ടു പോവില്ല എന്ന തീരുമാനം സുപ്രധാനമാവുന്നത് ഈ മുന്നണി അക്ഷോഭ്യമായി അലംഘനീയമായി ഈ മുന്നണി നിൽക്കുമെന്നുള്ളതാണ്. ഇതോടുകൂടി മൂന്നാമത്തെ ഒരു ഘടകം കൂടി ഇതിനകത്തുണ്ട്. രാഷ്ട്രീയ പ്രാധാന്യം വരുന്ന ഒന്ന്, നിതീഷ് കുമാർ ഉറച്ചു നിൽക്കും. നിതീഷ് കുമാർ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ചന്ദ്രബാബു നായിഡുവിനും നിൽക്കേണ്ടി വരും. മൂന്നാമത്തത് വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു സംഗതിയാണ്. കാരണം ഈ സർക്കാർ 5 വർഷവും പൂർത്തിയാകും എന്ന് ഉറപ്പുകൂടി ലഭിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ 5 വർഷക്കാലം ഞങ്ങൾ അധികാരത്തിന് പുറത്ത് നിൽക്കേണ്ടി വരുമല്ലോ, വേറെ മാർഗമൊന്നുമില്ലല്ലോ എന്ന് കരുതുന്ന ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾക്കെങ്കിലും ഒരു പുനരാലോചനയുടെ സമയമുണ്ട്. കാരണം ഈ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ ദിവസം പ്രസംഗം കേട്ടോ, ഞങ്ങൾ പാർലമെൻറ്റിൽ മുൻനിരയിൽ വന്നിരുന്നപ്പോൾ തന്നെ മോദിയുടെ ആത്മവിശ്വാസം മുഴുവൻ പോയി, അദ്ദേഹം ഭയപ്പാടിലാണ്, ഉടൻ ഈ സർക്കാർ വീഴും എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ അമേരിക്കയ്ക്ക് പോയിട്ടുണ്ട് അല്ലേ? 8-ാം തീയതി പോകും. 2 ദിവസം കഴിയുമ്പോൾ പോകും. അപ്പോൾ ഈ പറഞ്ഞു വന്നത് അങ്ങനെ ഈ സർക്കാർ വളരെ സ്റ്റേബിളാണ്, 5 വർഷം പൂർത്തിയാക്കാൻ പോകുന്നു എന്നുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കഴിഞ്ഞ അടുത്ത 5 വർഷക്കാലം കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പരിഗണനകൾ കിട്ടേണ്ടുന്ന രാഷ്ട്രീയ പാർട്ടികൾ, സംസ്ഥാന സർക്കാരുകളൊക്കെ ഉണ്ട്. അതെ, സ്വാഭാവികമായും ഇന്ത്യ മുന്നണിയെ വിട്ട് അവർ പതുക്കെ NDAയിലേക്ക് ചായുന്നു എന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഏതായാലും നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പക്വതയും രാഷ്ട്രീയ വീക്ഷണവും ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലിൻ്റെ ഭാഗമായി വളരെ കാര്യക്ഷമമായി വളരെ ആർജവത്തോടെ 2 തവണ പോയാൽ എനിക്ക് അബദ്ധം പറ്റി, ഇനി ഞാൻ BJPയെ വിട്ടു പോകുന്നില്ല എന്ന് പറഞ്ഞത് ഒരു സുപ്രധാനമായ രാഷ്ട്രീയ നീക്കമാണ്. ഈ സർക്കാരിന് കൂടുതൽ കരുത്ത് ലഭിക്കുകയാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എത്രയും വേഗം അടുത്ത പാർലമെൻറ്റ് സെഷനിൽ ആ വഖഫ് നിയമ ഭേദഗതി ബില്ല് പാസ്സാവണം. മറ്റൊന്ന് യൂണിഫോം സിവിൽ കോഡും നടപ്പാക്കണം. ഇന്ത്യൻ സുപ്രീം കോടതി സരള മുഗ്ദൽ കേസ് ഉൾപ്പെടെ ജോൺ വള്ളമറ്റത്തിൻ്റെ കേസ് ഉൾപ്പെടെ പല കേസുകളിൽ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ് കോമൺ സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കാൻ.
സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്. അങ്ങനെ ഒരു നിയമം നടപ്പാക്കിയാൽ അതിന് നിയമപരമായി ഒരു എതിർപ്പും ഉണ്ടാകത്തില്ല. സുപ്രീം കോടതി തന്നെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടതുകൊണ്ട് അതിനെതിരെ ആരെങ്കിലും കോടതിയിൽ ചെന്നാൽ അവരെ മുട്ട മടിയെടുത്ത് കോടതി തല്ലി ഓടിക്കും. അതുകൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ ഭാഗധേയം മാറ്റിയിടുന്ന, ഇന്ത്യയുടെ മതേതരത്വവും സംസ്കാരവും ഒക്കെ ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പൊതു സിവിൽ നിയമം കൂടി ഈ സർക്കാർ ഉടനെ നടപ്പാക്കേണ്ടതുണ്ട്. അതും നടപ്പാകുമെന്നുള്ള വിശ്വാസമാണ് നിതീഷിൻ്റെ ഈ പ്രസ്താവനയിലൂടെ, ഈ തീരുമാനത്തിലൂടെ, പ്രസ്താവനയല്ല പ്രഖ്യാപനം എന്ന് പറയാം അല്ലേ, പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ബോധ്യമാകുന്നത്. ഏതായാലും നിതീഷ് കുമാർ എന്നുള്ള മുതിർന്ന രാഷ്ട്രീയ കാരണവർക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉചിതമായ പ്രഖ്യാപനത്തിൽ നമുക്കൊരു അഭിവാദ്യം അർപ്പിക്കാം. കാരണം നമുക്ക് സ്ഥിരതയുള്ള ഒരു സർക്കാരാണ് വേണ്ടത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.